പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു. വി.കെ. ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ റോട്ടറി ക്ലബിന്റെ 2025-26 ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങിന്റെ ഉദ്ഘാടനം MP വി.കെ. ശ്രീകണ്ഠൻ ഷൊർണൂർ മയിൽവാഹനം കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നിർവഹിച്ചു. റോട്ടറി ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ CR കൃഷ്ണകുമാർ, വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മുണ്ടനാട്ട്, സെക്രട്ടറി ഡോക്ടർ ജിഷ് പ്രകാശ്, ജോയിന്റ് സെക്രട്ടറി രാമു ചാത്തനാത്ത്, GGR സന്ധ്യ മണ്ണത്ത്, ട്രഷറർ N പുഷ്പരാജ് എന്നിവർ ചുമതലയേറ്റു. പുതിയ മറ്റു ബോർഡംഗങ്ങളെ ആദരിക്കലും നടന്നു. ചടങ്ങിൽ റോട്ടറി മുൻ ഡിസ്ട്രിക്ട് ഗവർണർ AV പതി, മിസ് കേരളയെ തിരഞ്ഞെടുത്ത മിസ് അരുണിമ ജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിക്കലും വീൽചെയർ വിതരണം, വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ വിതരണം, സാമ്പത്തിക സഹായ വിതരണം, ക്യാൻസർ രോഗം ബാധിച്ച രോഗസഹായ വിതരണവും റോട്ടറിയുടെ പുതിയ പദ്ധതികളുടെ പ്രഖ്യാപനവും നടന്നു. കൂടെ ചേർന്ന് റോട്ടറി ഷൊർണൂർ നഗരം വയോജന സൗഹൃദമാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുമെന്ന് ഇതിനാൽ പ്രഖ്യാപിക്കുന്നു. അപ്പം അതിൽ എല്ലാവരുടെയും സഹകരണം, എനിക്കൊന്ന് കേരളത്തിലെ അപൂർവ നഗരങ്ങൾ മാത്രമേ അങ്ങനെ IIT മുംബൈയാണ് അതിൻ്റെ കോർഡിനേറ്റിംഗ് ബോഡി IIT മുംബൈ തിരഞ്ഞെടുത്തിട്ടുള്ളൂ. അതിൽ എറണാകുളവും തിരുവനന്തപുരം ഉൾപ്പെടുന്നു. മൂന്നാമത്തെ പ്രദേശം ആയിട്ട് അവർ തിരഞ്ഞെടുത്തത് ഷൊർണൂരിൻ്റെയാണ്. അപ്പോൾ ആ ഷൊർണൂരിൻ്റെ ആ വയോജന സൗഹൃദമാക്കുവാനുള്ള ലോകാരോഗ്യ സംഘടനയോട് ചേർന്നുള്ള മുംബൈ IITയുടെ പ്രോഗ്രാമിനെ റോട്ടറി ഷൊർണൂർ നഗരസഭയുമായിട്ട് ചേർന്നിട്ട് നടപ്പിലാക്കും എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. രണ്ടാമതായിട്ട് ഇപ്പോൾ ബഹുമാനപ്പെട്ട MP പറയുകയുണ്ടായി, പാലക്കാട് ഒരുപാട് കുട്ടികൾ 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും നല്ല റിസൾട്ട് നേടുകയുണ്ടായി, ഒരുപാട് A+ നേടുകയുണ്ടായിരുന്നുള്ളൂ. പക്ഷേ പാലക്കാടിനെ സംബന്ധിച്ച് ഞാൻ കാണുന്ന അല്ലെങ്കിൽ റോട്ടറി കാണുന്ന ഒരു വലിയ പരാജയം എന്ന് പറയുന്നത് ഈ സ്റ്റുഡൻസിനൊന്നും പ്രോപ്പറായിട്ടുള്ള കരിയർ ഗൈഡൻസ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സ്കൂളുകളിൽ കരിയർ ഗൈഡൻസ് ക്ലാസ്സുകൾ റോട്ടറി ഷൊർണൂർ സംഘടിപ്പിക്കുന്നതായിരിക്കും. മൂന്നാമതായിട്ട് കേരളത്തിലെ സ്കൂളുകളിലും കോളേജുകളിലുമുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ക്വിസ് മത്സരങ്ങളും പ്രസംഗ മത്സരങ്ങളും ഡിബേറ്റിംഗ് കോമ്പറ്റീഷനും ഷൊർണൂർ റോട്ടറി സംഘടിപ്പിക്കുന്നതായിരിക്കും. അത് ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരം മത്സരങ്ങളിൽ ഒരു സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ കോളേജുകളിൽ നിന്നുള്ള 3 ടീമുകൾക്ക് വരെ പങ്കെടുക്കാം.